ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ സഹാബി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം തന്നെ പറയുകയാണ്, ഖുൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം അറക തസൂമു ശഹ്റൻ മാ തസൂമു മിൻ ശഅബാൻ. ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് സുന്നത്ത് നോമ്പുകളാണ്. ഖാല ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس عنه ബൈന റജബിൻ വറമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ആളുകളിൽ അധികവും അശ്രദ്ധയിലായി തീരുന്ന ഒരു മാസമാണത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണത്. ഫൗഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. അതുകൊണ്ട് തന്നെ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ഏവരും ചെയ്തുകൊണ്ടേയിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എല്ലാ ദിവസവും എത്തിച്ചേരുന്നുണ്ട്. ആഴ്ചകളിൽ തിങ്കളും വ്യാഴവും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അമലുകൾ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ ഒരു വർഷം ചെയ്യുന്ന മുഴുവൻ അമലുകളും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്ന വേളയിൽ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും മഹത്തരമായ ഒരു പാഠം, ശഅബാൻ മാസം ആളുകളിൽ പലപ്പോഴും റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ, റജബ് ഒരു പവിത്രമായ മാസമാണ്, ഷഹ്റുൽ മുഹറമാണ്. റമളാനിനെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയാത്തവരായി മനുഷ്യരിൽ ആരും തന്നെ ഇല്ല. ഇതിനിടയിൽ പലപ്പോഴും ശഅബാൻ മാസത്തെക്കുറിച്ച് ആളുകൾ അശ്രദ്ധയിലായി പോകുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മാസത്തിൽ സുന്നത്ത് നോമ്പെടുക്കുക, സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് അറിയിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഖത്തു ഇല്ലാ റമളാൻ. റമളാനിനെ പോലെ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നതായ, മാസം മുഴുവനും നോമ്പായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മാസത്തിലും ഉണ്ടായിട്ടില്ല. വമാ റഅയ്തുഹു ഫീ ശഹ്റിൻ അക്സറ മിൻഹു സിയാബൻ ഫീ ശഅബാൻ. ശഅബാനിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വർദ്ധിപ്പിച്ചതായി മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, ഫിൽ ഹദീസി ദലീലുൻ അലാ ഫദ്ലി സൗമി ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഇമാം അസ്സനആനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫഫീഹി ദലീലുൻ അലാ അന്നഹു യഖുസ്സു ശഅബാൻ ബിസ്സൗമി അക്സറ മിൻ ഗൈരി. മറ്റു മാസത്തേക്കാൾ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നതിന് ശഅബാൻ മാസത്തിൽ പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ തന്നെ പറയുന്നുണ്ട്, വലം അറഹു സായിമൻ മിൻ ശഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ല കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ നോമ്പ് നോറ്റതുപോലെ മറ്റൊരു മാസത്തിലും നോമ്പ് നോറ്റതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് ശഅബാൻ പൂർണ്ണമായിട്ട് തന്നെ നോമ്പെടുത്തിരുന്നു. അവിടുന്ന് ശഅബാനിൽ കുറച്ചല്ലാതെ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. റജബിന്റെ അവസാനത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ശഅബാനിനെ എങ്ങനെ വരവേൽക്കണമെന്ന് ചോദിച്ചാൽ അത് നോമ്പുകൾ കൊണ്ടാണ്. ശഅബാൻ മാസത്തിൽ സാധിക്കുന്നത് പോലെ ഓരോരുത്തരും സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ മാതൃകയുണ്ട് എന്നുള്ളതാണ്. നോമ്പ് എന്നുള്ളത് തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. പലപ്പോഴും പല തിരക്കുകൾ കാരണത്താൽ വർഷത്തിൽ പല സുന്നത്ത് നോമ്പുകളും എടുക്കാത്ത ആളുകൾക്ക് അതിനൊരു പരിഹാരമാണ് ശഅബാൻ മാസത്തിൽ സാധിക്കുന്നത് പോലെ സുന്നത്ത് നോമ്പുകൾ എടുക്കുക എന്നുള്ളത്. കാരണം സുന്നത്ത് നോമ്പുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് ഏറ്റവും നന്നായി ഉപകരിക്കുന്ന ഒരു അമലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹ്. നീ നോമ്പെടുത്തോളൂ, നോമ്പിനോളം തുല്യതയുള്ള മറ്റൊരു അമലും തന്നെ നിനക്ക് ചെയ്യാനില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് നോമ്പ് അതെപ്പോഴും വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ശഅബാൻ മാസത്തിൽ നമുക്കൊക്കെ സംഭവിച്ചു പോകുന്ന കുടുംബത്തിൽ, അതുപോലെ ആളുകളുമായുള്ള ഇടപാടുകളിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, അത്തരത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ, അതെല്ലാം പുറത്തു കിട്ടാനുള്ള വലിയൊരു മാർഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പരിചയപ്പെടുത്തിയത്.
അവിടുന്ന് പറഞ്ഞു ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വജാരിഹി, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായിട്ട് ഇടപെടുമ്പോൾ തന്റെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ അതുപോലെ അയൽപ്പക്കവുമായിട്ടുമൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. അവന്റെ ആ അബദ്ധങ്ങൾ അവന്റെ നിസ്കാരം, അവന്റെ നോമ്പ്, അവന്റെ സ്വതക്കകൾ, ഇതുകൊണ്ടൊക്കെ അങ്ങനെ അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ മായ്ക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോമ്പിന് അങ്ങനെ വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഹറാമുകൾ എമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഹറാമുകളിലേക്ക് വീണുപോകാതിരിക്കാൻ ഏറ്റവും വലിയൊരു ഉപദേശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാത്തതായ യുവാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഹറാമുകളിലേക്ക് വീണുപോകാതിരിക്കാൻ നോമ്പ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, അല്ലയോ യുവ സമൂഹമേ, നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കാനുള്ള കഴിവെത്തിയവർ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫറജ്, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താനും ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കാനും അതാണ് ഏറ്റവും നല്ലത്. വേഗം വിവാഹം കഴിക്കണം. ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല. വിവാഹം വേഗം കഴിക്കണം. വമൻ ലം യസ്തതി, എന്നാൽ ഒരാൾക്ക് സാമ്പത്തികമായ കഴിവ് ഇല്ലാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ വിവാഹം വൈകി പോകുന്നതെങ്കിൽ ഫഅലൈക ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ, അവൻ നോമ്പ് വർദ്ധിപ്പിക്കട്ടെ, നോമ്പെടുത്തുകൊള്ളട്ടെ. ആ നോമ്പ് അവന് പരിചയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹറാമുകളിലേക്ക് വീണുപോകാതിരിക്കാൻ നോമ്പ് അവനൊരു പരിചയമായി ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ സംഭവിക്കുന്ന ഫർളായ കാര്യങ്ങളിൽ അഥവാ നമ്മുടെ റമളാനിലെ ഫർള് നോമ്പിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ സുന്നത്തായ നോമ്പുകൾ കൊണ്ട് അത് പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യുന്നത് അവന്റെ നിസ്കാരത്തെ കുറിച്ചായിരിക്കും. അങ്ങനെ നിസ്കാരത്തിന്റെ വിചാരണക്കെടുക്കുന്ന വേളയിൽ അതിൽ വല്ല കുറവുണ്ടെങ്കിൽ ഫൈനിൻ തഖസ മിൻ ഫരീളതിഹി ഷൈ, അവന്റെ ഫർളായ അമലുകളിൽ വല്ല കുറവുമുണ്ടെങ്കിൽ ഖാല റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിശോധിക്കുന്ന മലക്കുകളോട് പറയും, ഉൻളുറു ഹൽ അബ്ദി മിൻ തതവ്വുഇൻ, എന്റെ അടിമ സുന്നത്തായ നിസ്കാരങ്ങൾ വല്ലതും നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഫയുകമ്മലു ബിഹാ മൻ തഖസ മിൻഹുൽ ഫരീള, അങ്ങനെ ഫർളിൽ വന്നുപോയ അബദ്ധങ്ങൾ ആ സുന്നത്തുകൾ കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സുമ്മ യകൂനു സായിറു അമലിഹി അലാ നഹ്വി ദാലിക്, പിന്നീട് എല്ലാ അമലുകളും ഇങ്ങനെ തന്നെയാണ്. അഥവാ റമളാനിലെ നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും. ആ നോമ്പ് കൃത്യമായി നോമ്പ് നോറ്റിട്ടുണ്ടോ, അതിൽ വല്ല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടോ, അതിൽ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാം എടുക്കുന്ന സുന്നത്ത് നോമ്പുകൾ കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്ന് സാരം. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് നോമ്പുകൾ നമുക്ക് നമ്മുടെ ഫർളായ നോമ്പുകളിലുള്ള വീഴ്ചകൾ പരിഹരിക്കാനുള്ളതാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുന്നത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുക്കാനുള്ള മാർഗം അവൻ ഫർള് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഫർളിന് ശേഷം വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലാഹുവിന്റെ അടിമകൾ അവരങ്ങനെ സുന്നത്തുകൾ ചെയ്യുക വഴി, നവാഫിലുകൾ ചെയ്യുക വഴി അവരെന്നിലേക്ക് അടുക്കുക തന്നെ ചെയ്യും. ഹത്താ ഉഹിബ്ബഹു, അവരെ ഞാൻ ഇഷ്ടപ്പെടുവോളം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം ലഭിക്കുവോളം അവരങ്ങനെ എന്നിലേക്ക് സുന്നത്തുകൾ കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട്, പ്രത്യേകിച്ചും ഷഅബാൻ മാസത്തിൽ. എന്നാൽ ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസാനത്തെ അഥവാ റമളാനിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായി നോമ്പെടുക്കുക എന്നുള്ളത് വിലക്കിയത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ ബിയൗമൈൻ, റമളാനിന്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. ഇല്ലാ റജുലുൻ കാന യസൂമു സൗമ ഫല്യസുംഹു, എന്നാൽ ഒരു മനുഷ്യൻ സ്ഥിരമായി നോമ്പെടുക്കുന്നവനുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ സ്ഥിരമായി നോമ്പെടുക്കുന്ന ഒരാൾക്ക് ശഅബാനിന്റെ 29-ഓ 30-ഓ അത് തിങ്കളോ വ്യാഴമോ ആയാൽ ആ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല, മറിച്ച് അവന് നോമ്പെടുക്കാവുന്നതാണ്. അതുപോലെ ഖളാ നോമ്പ് ബാക്കിയുണ്ട്, അവസാന ദിവസത്തിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളവും ആ ദിവസം നോമ്പെടുക്കാവുന്നതാണ് എന്നാണ്. അതല്ലാത്ത ആളുകൾ ശഅബാൻ മാസത്തിൽ പൂർണ്ണമായി എടുക്കുമ്പോൾ ആ അവസാനത്തെ 1-2 ദിവസം അത് മാറ്റി നിർത്തിയേക്കുക. അതല്ലാത്ത ദിവസങ്ങൾ സാധിക്കുന്ന അത്രയും നോമ്പെടുക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. എന്നാൽ ഒരു ഹദീസ് ഉണ്ട് സഹോദരങ്ങളെ, ഇദൻ തസഫ ശഅബാൻ ഫലാ തസൂമു, ശഅബാനിന്റെ 15 കഴിഞ്ഞാൽ
നിങ്ങൾ നോമ്പെടുക്കരുത് എന്നൊരു ഹദീസുണ്ട്. ഈ ഹദീസിന്റെ റിവായത്തിനെ കുറിച്ച്, ഇതിന്റെ പരമ്പരയെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ദുർബലമാണെന്ന് വിധി എഴുതിയ പണ്ഡിതന്മാരുണ്ട്. പഴയകാലക്കാർ ഇമാം അഹ്മദും യഹ്യ ഇബ്നു മഈൻ റഹിമഹുമുള്ള പോലെയുള്ള പണ്ഡിതന്മാർ ഇത് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് സ്വഹീഹാണെന്ന് വിധിച്ച പണ്ഡിതന്മാർ തന്നെ അവർ പറയുന്നത് കൊണ്ട് ഉദ്ദേശം ഒരാൾ ആദ്യത്തെ 15 തീരെയും എടുക്കാതെ പിന്നീട് നോമ്പ് ആരംഭിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ആദ്യത്തെ 15 അയാൾ നോമ്പെടുത്ത് തുടങ്ങുകയും പിന്നീട് അതിനിടയിൽ നോമ്പെടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അയാൾക്ക് 15 ശേഷവും നോമ്പെടുക്കാവുന്നതാണ്. അവസാനത്തെ ദിവസത്തിൽ അത് മാത്രം ഒഴിവാക്കിയാൽ മതിയാകും എന്ന് പണ്ഡിതന്മാർ പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ, ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന എത്ര സുന്നത്ത് നോമ്പുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. തിങ്കളും വ്യാഴവും എടുക്കുന്ന ആളുകൾ അത് തുടരണം. മാസത്തിൽ 3 നോമ്പ് എടുക്കുന്ന ആളുകൾ ഈ മാസം പ്രത്യേകം പരിഗണിക്കണം. അതിനും അപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ശഅബാൻ മാസത്തിൽ സഹോദരങ്ങളെ ഖുർആൻ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ്. പലർക്കും അത് കേൾവിയില്ലാത്തതാണ്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ശഅബാൻ മാസത്തെ കുറിച്ച് അവർ പറയുന്നത് അത് ഷഹറുൽ ഖുർആൻ എന്നാണ്, ഓത്തുകാരുടെ മാസം എന്നാണ്, ഖുർആൻ ഓത്തുകാരുടെ മാസം എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ശഅബാനിൽ തന്നെ ഖുർആൻ പാരായണം അവർ ആരംഭിക്കുമായിരുന്നു എന്നാണ്. ഇബ്നു റജബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഗ്രന്ഥമുണ്ട് ലതായിഫുൽ മആരിഫ്. അതിൽ അദ്ദേഹം മുൻഗാമികൾ ധാരാളം പേർ ഇങ്ങനെ ചെയ്തതായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ലമ്മാ കാന ശഅബാനു കൽ മുഖദ്ദിമത്തിൽ റമളാൻ, ശഅബാൻ റമളാനിന്റെ ഒരു മുഖദ്ദിമ എന്നോണം, ഒരു ആമുഖം എന്നോണം, ശുരിഅ ഫീഹി മാ യുശ്റഉ ഫീ റമളാൻ, റമളാനിൽ നിയമമാക്കപ്പെട്ട പല കാര്യങ്ങളും ശഅബാനിൽ തന്നെ സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട്. മിനസ് സിയാമി വ ഖിറാഅത്തിൽ ഖുർആൻ, നോമ്പ് പോലെ റമളാൻ മാസത്തിൽ നോമ്പ് പോലെ അത് നമ്മൾ ശഅബാനിൽ സുന്നത്ത് നോമ്പുകളുണ്ട്. റമളാനിൽ ഖിറാഅത്തുണ്ട്, വ ഖിറാഅത്തിൽ ഖുർആൻ, ശഅബാൻ മാസത്തിലും ഖുർആൻ പാരായണമുണ്ട്. അദ്ദേഹം അതിന്റെ കാരണം പറയുകയാണ്, ലിയഹ്സുല തഅഹുബ ലിതലഖി റമളാൻ വതർതാദ നുഫൂസ് ബിദാലിക അലാ തഅത്തിർ റഹ്മാൻ. റമളാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മനസ്സുകൾ അതിനൊരു പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ റമളാനിന് കൃത്യമായി തയ്യാറെടുക്കേണ്ടതുണ്ട്. അതേ സഹോദരങ്ങളെ, റമളാനിലേക്ക് നമ്മൾ നേരെ അങ്ങ് പ്രവേശിക്കുമ്പോൾ തീരെ നോമ്പെടുത്ത് ശീലമില്ലാത്ത, കഴിഞ്ഞ റമളാനിൽ മാത്രം നോമ്പെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ആദ്യത്തെ ദിവസങ്ങളിൽ നോമ്പ് കൊണ്ട് അവർ ക്ഷീണിതരാവുകയാണ്. പലപ്പോഴും ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടേണ്ടതായ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് ക്ഷീണിതരായി കിടന്നുറങ്ങുക എന്നുള്ള കാര്യം പല ആളുകളിലും കണ്ടുവരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ മാസങ്ങളിൽ നോമ്പെടുത്ത് തീരെ ശീലമില്ല. അതുകൊണ്ട് നോമ്പെടുത്ത് നേരത്തെ ശീലമായി കഴിഞ്ഞാൽ, ശഅബാനിൽ തന്നെ ശീലമായി കഴിഞ്ഞാൽ, റമദാനിന്റെ ആദ്യ ദിവസങ്ങളിലൂടെ തന്നെ അവൻ ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ ഖുർആനിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് ഒരുപാട് ജുസ്ഉകളൊന്നും ഒരു ദിവസത്തിൽ ഓതി തീർക്കാൻ സാധിക്കുകയില്ല, അവൻ സമയം തികയുകയില്ല. എന്നാൽ ഓതി ശീലമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ മിനിറ്റുകളിൽ തന്നെ ജുസ്ഉകൾ പൂർത്തിയാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. ഇത് പരിശീലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ശഅബാനിൽ തന്നെ നമ്മൾ ഓരോരുത്തരും സാധിക്കുന്ന അത്ര ഓതി പരമാവധി ഓതി തീർക്കുക. അങ്ങനെ ആകുമ്പോൾ റമളാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യ ദിവസത്തിൽ തന്നെ കൂടുതൽ നമുക്ക് ഓതാൻ സാധിക്കുമെന്നുള്ളതാണ്. അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലയെ കുറിച്ച് പറയപ്പെടുകയാണ്, അദ്ദേഹം ശഅബാൻ മാസത്തിലേക്ക് എത്തിയാൽ തന്നെ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനങ്ങൾ അവിടെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം ഖുർആൻ പാരായണത്തിന് മാറ്റിവെക്കുമെന്നാണ്. ശഅബാൻ ആ മാസത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ പാരായണത്തിനായി മാറ്റിവെക്കും. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, വകാന യഖൂൽ തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാനിന് മുമ്പ് തന്നെ സ്വന്തത്തെ നന്നാക്കിയ ഒരുവന് മംഗളം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിന്റെ ആദ്യ നിമിഷങ്ങൾ മുതൽ അത് യഥാർത്ഥ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശഅബാനിൽ തന്നെ നമ്മൾ തയ്യാറാകുക. സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ച്, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച് അങ്ങനെ നമ്മൾ തയ്യാറാകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ശഅബാൻ 15 ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശഅബാൻ 15 ബന്ധപ്പെട്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്, ഇന്നല്ലാഹ ലയത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15 അന്ന് അടിമകളിലേക്ക് നോക്കുന്നതാണ്. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള അവന്റെ മുഴുവൻ പടപ്പുകൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ തന്നെ മുശാഹിൻ എന്നുള്ളതിന്റെ അർത്ഥം ഇബ്നുൽ അസീർ റഹിമഹുല്ലാ മുസ്ലിമീങ്ങളോട് ശത്രുതയും പകയും വെച്ച് പുലർത്തുന്ന ആളുകൾ എന്ന് അദ്ദേഹം അതിന് തഫ്സീർ കൊടുത്തത് കാണാൻ സാധിക്കും. പരസ്പരം ശത്രുതയാണ്, വെറുപ്പാണ്, ആളുകളോട് വെറുപ്പ്, അന്യായമായി വെറുപ്പ് വെച്ച് നടക്കുന്ന ആളുകൾക്ക് പുറത്തു കിട്ടുകയില്ല എന്നാണ് ഇമാം അൽ-ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. അത് സാഹിബുൽ ബിദ്അ എന്നാണ്, ബിദ്അത്തുകാരൻ എന്നാണ്. അപ്പോൾ മുശ്രിക്കിനും ബിദ്അത്തുകാരനും
അതുപോലെ മുസ്ലിമീങ്ങളോട് വെറുതെ വെറുപ്പും ദേഷ്യവും വെച്ച് നടക്കുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത ആളുകൾക്ക് ശഅബാൻ 15 രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ഹദീസും നാം നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്വഹീഹാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് സ്വഹീഹാണെങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വഹീഹാണെങ്കിൽ തന്നെയും ഈ ദിവസത്തിൽ പ്രത്യേകമായൊരു നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഈ ദിവസത്തിന്റെ രാവിൽ പ്രത്യേകമായൊരു നിസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഒരുവൻ 13, 14, 15 എടുക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ ആ 15 നോമ്പെടുക്കാമെന്ന് മാത്രം. അതല്ലാതെ 15 പ്രത്യേകമായ നോമ്പോ 15 രാവിൽ പ്രത്യേകമായ നിസ്കാരമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാനിൽ നോമ്പ് ബാക്കിയുള്ള ആളുകൾ ഉണ്ടാകും. സ്ത്രീകളും അതുപോലെ തന്നെ മറ്റുള്ള രോഗികളായിട്ടുള്ള യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ കഴിഞ്ഞ റമളാനിൽ നോമ്പ് ബാക്കിയുണ്ടാകും. അവർ മനസ്സിലാക്കുക, ഒരു റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പെടുക്കാതിരിക്കാനുള്ള അളവ് നൽകി, ശേഷം വരുന്ന റമളാൻ വരെയും നിങ്ങൾക്ക് നോമ്പ് നോറ്റുവീട്ടാനുള്ള അവസരം നൽകി. എന്നിട്ട് ആ ദിവസങ്ങൾ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായും അത് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. അന്യായമായി ഒരാൾ അടുത്ത റമളാൻ വരെയും സമയമുണ്ടായിട്ട് നോമ്പെടുത്തിട്ടില്ല എങ്കിൽ വലിയ കുറ്റം ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റമളാനിന് മുമ്പ് ബാക്കിയുള്ള നോമ്പുകൾ അത് നോറ്റുവീട്ടേണ്ടതുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒരു റമളാനിൽ ബാക്കിയുള്ള നോമ്പ് അടുത്ത റമളാനായിട്ടും നോറ്റുവിട്ടാത്ത ആളുകൾ 2 തരക്കാരായിരിക്കും. ഒന്നാമത്തെ വിഭാഗം യാതൊരു തരത്തിലുള്ള ഒഴികഴിവുമില്ലാതെ വെറുതെ നോമ്പിനെ പാഴാക്കിയ ആളുകളാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത്, അവർ കുറ്റക്കാരായി തീരും. അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടതുണ്ട്. ഉടൻ തന്നെ ആ റമളാനിന് ശേഷം അവർ ആ നോമ്പ് നോറ്റുവിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ തൊട്ടടുത്ത റമളാൻ വരെയും നോമ്പെടുക്കാതെ മാറ്റിവെച്ച ആളുകൾ, അവർ തീർച്ചയായും ഓരോ ദിവസത്തെ നോമ്പിനും അവർ ഒരു ഭക്ഷണം അവർ നൽകേണ്ടതുണ്ട്. സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകേണ്ടതുണ്ട്. ഇത് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ദാറുഖുത്നി ഇത് സ്വഹീഹായി ഈ അസർ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞു, യസൂമു ഹാദാ മഅന്നാസ്, അവർ ജനങ്ങളോടൊപ്പം ഈ റമളാൻ നോമ്പെടുക്കട്ടെ. വയസൂമുല്ലദീ ഫറത ഫീ, അവർ കുറവ് വരുത്തിയിട്ടുള്ള നോമ്പും അത് നോറ്റുവിട്ടട്ടെ. വയുത്ഇമു ലികുല്ലി യൗമിൻ മിസ്കീന, എന്നിട്ട് ഓരോ ദിവസത്തെ നോമ്പിനും ഒരു സാധുവിനെ അവൻ ഭക്ഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ഒഴികഴിവുമില്ലാതെ കഴിഞ്ഞ റമളാനിൽ യാത്രയോ അതല്ലെങ്കിൽ രോഗമോ കാരണത്താൽ നോമ്പൊഴിവാക്കിയ ആളുകൾ, അതല്ലെങ്കിൽ പ്രസവമോ അല്ലെങ്കിൽ മുലയൂട്ടലിനോ കാരണത്താൽ നോമ്പൊഴിവാക്കിയ ആളുകൾ പിന്നീട് അതെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടും എടുക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് വലിയ അബദ്ധം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒഴികഴിവ് ഉള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് റമളാനിലുള്ള ആ പ്രയാസം അത് നിലനിൽക്കുന്നുണ്ട്. രോഗമാണെങ്കിൽ അത് തുടരുന്നുണ്ട്. ഇനി പ്രസവത്തിനാണ് ആ നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ മുലയൂട്ടുക എന്നുള്ള കാര്യത്താൽ അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ശർഈയായ ഒഴികഴിവുകളാണ്. ഇങ്ങനെയാണ് അവർ നോമ്പെടുക്കാത്തത് എങ്കിൽ അടുത്ത റമളാൻ വരെയും അവർക്ക് നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ റമളാനിന് ശേഷം അവർക്ക് നേരത്തെയുള്ള നോമ്പ് നോറ്റുകൂട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. അവർക്കതിന് കുറ്റമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പിന് കഫാറത്തായി മറ്റൊന്നും നൽകേണ്ടതുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ദീനുൽ ഇസ്ലാമിൽ ഉണ്ട് എങ്കിലും പലർക്കും അത്തരത്തിലുള്ള സുന്നത്തായ അമലുകൾ ചെയ്യേണ്ടതിനു പകരം എന്തെങ്കിലുമൊക്കെ ബിദ്അത്തുകൾ ഉണ്ട് എങ്കിൽ, ഹദീസുകളിൽ സ്ഥിരപ്പെടാത്ത കാര്യമുണ്ട് എങ്കിൽ അതിൽ വലിയ ആവേശം കാണിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു കാര്യമാണ് ഷഅബാനിന്റെ 15-ാമത്തെ രാവിൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ആളുകൾ നോമ്പെടുക്കുക എന്നുള്ള കാര്യം. അതിന് ചില ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പലരും ഉദ്ധരിക്കാറ് ഒരു ഹദീസുണ്ട്. ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ 15 ആയാൽ ഫഖൂമു ലൈലഹ വസുമൂ നഹാറഹ, ആ 15-ന്റെ രാവിലെ നിങ്ങൾ നിസ്കരിക്കുക, 15-ന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുക എന്നൊരു ഹദീസ് ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. സഹോദരങ്ങളെ, മൗലൂആയ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഹദീസാണിത്. ഇതിന് യാതൊരു തരത്തിലുള്ള സനദുമില്ല. ദുർബലമായ സനദ് മാത്രമേ ഉണ്ടെങ്കിൽ അതിനുള്ളൂ. അതല്ല എങ്കിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഹദീസാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹയുടെ ഉസ്താദായ ശിഹാബുദ്ദീൻ അബൂ ഷാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്ഇ വൽ ഹവാദിസ്
പുതുതായ കാര്യങ്ങളെ എതിർത്തുകൊണ്ടുള്ള ആ കിതാബിൽ അദ്ദേഹം വളരെ കൃത്യമായി ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും സാധുക്കളായ ആളുകൾ അവർക്ക് ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഹദീസുകൾ ഓതിക്കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഹദീസ് ഉണ്ട് എന്നാണ് അവരാളുകൾ ധരിച്ചിരിക്കുന്നത്. അറബിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് അമലുകൾ ചെയ്യാനുള്ളതാണെന്നാണ്. അതിന്റെ സനദിനെ കുറിച്ചോ അതിന്റെ പരമ്പരയെ കുറിച്ചോ യാതൊരു തരത്തിലും അറിയാത്തതായ ആളുകളെ പലപ്പോഴും ഇത്തരക്കാർ വഞ്ചിക്കുകയാണ്. ഇങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഷാബാൻ മാസത്തിന്റെ രാവിൽ പ്രത്യേകമായ നിസ്കാരമോ അതല്ലെങ്കിൽ അതിന്റെ പകലിൽ പ്രത്യേകമായ നോമ്പോ ഉദ്ധരിക്കുന്നതായ അത് സ്ഥിരപ്പെടുന്നതായ ഒരു കാര്യവും സഹോദരങ്ങളെ ഹദീസുകളിൽ വന്നിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മൗദൂ ആയ മറ്റൊരു സംഭവം അവർ ഉദ്ധരിക്കാറുണ്ട്. യാ അലി, അല്ലയോ അലി, മൻ സല്ല ലൈലത്തൻ നിസ്ഫി മിൻ 100 റകഅ ബിഅൽഫി ഖുൽ ഹുവല്ലാഹു അഹദ്. അലിയെ, ആരെങ്കിലും ഷാബാനിന്റെ 15ന്റെ അന്ന് 100 റക്അത്തുകൾ 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നിസ്കരിച്ചാൽ ഖലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക്കൽ ലൈല. അവന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ ആ രാവിൽ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട്, ഇതും സഹോദരങ്ങളെ മൗദൂആയ ഹദീസാണ്, മൗദൂആയ കാര്യമാണ്. ഇമാം നവവി റഹിമഹുള്ളാഹുടെ ഉസ്താദായ ശിഹാബുദ്ദീൻ അബൂ ശാമ റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, വസയ്യന ശൈത്വാനു ലഹും, പിശാച് ആളുകൾക്ക് ഇത്തരത്തിലുള്ള നിസ്കാരത്തെയൊക്കെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ജഅലഹ മിൻ അജ്ലി ശആഇരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വലിയ ആരാധന കർമ്മങ്ങൾ പോലെ വലിയ ശിആറുകളായി അതിന്റെ അടയാളങ്ങളായി ആളുകൾ കൊണ്ടു നടക്കുകയാണ് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ മുൻഗാമികൾ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശഅബാൻ 15 അന്നുള്ള നിസ്കാരത്തെക്കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറയാൻ, അസ്സലാത്തുൽ മഅറൂഫത്തു ബിസ്സലാത്തിർ റഗായിബ് വഹിയ 12 റകഅത്തൻ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ. മഗ്രിബിന്റെ അഥവാ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ അതിന്റെ മഗ്രിബിന്റെയും ഇശയുടെയും ഇടയിൽ നിസ്കരിക്കപ്പെടുന്ന റഗായിബ് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരവും, അതുപോലെ തന്നെ ഷഅബാനിന്റെ 15 നിസ്കരിക്കുന്ന 100 റക്അത്ത് നിസ്കാരവും, ഇത് രണ്ടും പറഞ്ഞിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാൻ, വഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറതാനി ഖബീഹതാൻ, ഈ രണ്ട് നിസ്കാരങ്ങളും ബിദ്അത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്, വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാൻ. സഹോദരങ്ങളെ, വളരെ കൃത്യമായി പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുകയാണ്. നിസ്കാരത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെടുന്നതായ ഒന്നും തന്നെ ഒരു രേഖയും തന്നെ ഇല്ല. മുൻഗാമികളിൽ ഒരാൾ പോലും, ഒരു സഹാബി പോലും നിസ്കരിച്ചതായിട്ടോ അയിമ്മത്തുകൾ ഒരാൾ പോലും ഇത് സ്വഹീഹായ ഒരു ഹദീസായിട്ടോ രേഖപ്പെടുത്തിയിട്ടില്ല. ശേഷക്കാർ വെറുതെ അങ്ങ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ 100 റക്അത്ത് നിസ്കാരം, ഓരോ റക്അത്തിലും 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ട് 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ടുള്ള നിസ്കാരം. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാൻ, വലാ യഗ്തറു ബിദിക്രി മാ ഫീ കിതാബി ഖൂത്തുൽ കിലാബ് വഖൂത്തുൽ ഖുലൂബ് വഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ, ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ നമ്മുടെ നാട്ടിലെ പല ആളുകളുടെയും വീടുകളിൽ കാണുന്ന മലയാള പരിഭാഷയുള്ള ഗ്രന്ഥമാണ്. നവവി റഹിമഹുല്ലാഹ് പറയാൻ, ആ ഇഹ്യാ ഉലൂമുദ്ദീൻ കണ്ടു എന്നുള്ളത് നിങ്ങളെ വഞ്ചിതരാക്കണ്ട. വലാ ബിൽ ഹദീസിൽ മസ്കൂരി ഫീഹിമാ, ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ ചില ഹദീസുകളൊക്കെ കൊടുക്കും, അതൊന്നും കണ്ട് നിങ്ങൾ ആരും വഞ്ചിതരാകണ്ട. ഫഇന്ന കുല്ല ദാലിക ബാത്തിൽ, അതെല്ലാം ബാത്തിലായ കാര്യമാണ്, സ്വഹീഹായ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലാ യഗ്തറു ബിബഅദി മൻ ഇഷ്തബ അലൈഹി ഹുക്മുഹാ മിനൽ അയിമ്മ ഫസന്നഫ വറഖാത്തിൻ ഫി ഇസ്തിഹ്ബാബിഹിമ. ചില പണ്ഡിതന്മാർ ഇതൊക്കെ ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ പറഞ്ഞിട്ട് ചില കിതാബുകളൊക്കെ രചിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ആരെയും വഞ്ചിതരാക്കണ്ട. ഫൈന്നഹു ഗാലിത്തുൻ ഫീ ദാലിക്, ഈ പണ്ഡിതന്മാർക്ക് അബദ്ധം സംഭവിച്ചതാണ്, കാരണം സ്വഹീഹ് ഹദീസില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, വഖദ് സന്നഫ ശൈഖുൽ ഇമാം അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഇസ്മായിൽ അൽ മഖ്ദിസി കിതാബൻ നഫീസൻ ഫീ ഇബ്താലിഹിമ ഫഅഹ്സന ഫീഹി വഅജാദ. ഇമാം അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഇസ്മായിൽ അൽ മഖ്ദിസി അദ്ദേഹം ഇതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ മനോഹരമായിട്ട് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ആരും പറഞ്ഞ വാക്കുകളല്ല. നവവി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഈ നിസ്കാരത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അമലുകളെ കുറിച്ചും കൃത്യമായി എതിർക്കുകയാണ്. കാരണം ഇതൊന്നും സ്വഹീഹ് ഹദീസുകളില്ല. എന്നാൽ എത്രയോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീൻ എന്ന് പറയുന്നത് ഈ തലേക്കെട്ട് കെട്ടിയ ചില മുസ്ലിയാക്കന്മാർ അവർ ഇങ്ങനെ പറയുന്ന വഅളുകളാണ്. അതല്ലാതെ സ്വഹീഹായ ഹദീസുകളോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചെയ്തതോ ആയ ഒരു രേഖകളും അവർക്കില്ല. ഇന്ന് കിതാബിൽ ഇന്ന് ഇമാമ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാധാരണക്കാര് പലപ്പോഴും വഞ്ചിക്കുകയാണ്. ബറാഅത്ത് നോമ്പുണ്ട്, അന്ന് പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്തരം ദുർബലമായതും കെട്ടിയുണ്ടാക്കിയതുമായ ഹദീസുകൾ അവരുടെ ഇമാമുമാർ പറഞ്ഞ കാര്യങ്ങൾ പോലും മറച്ചു വെച്ചുകൊണ്ട് ബോധപൂർവം ആളുകളെ വഞ്ചിക്കുന്ന അനേകം ആളുകളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അനേകം സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ നിത്യജീവിതത്തിൽ സമയം മതിയാകും.
മതിയാവുകയില്ല. രാവിലും പകലിലുമായി ചെയ്യാൻ എത്ര കാര്യങ്ങളാണ് അവിടുന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ തന്നെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. നോക്കൂ, നാം കേട്ടില്ലേ, ശഅബാൻ മാസത്തിൽ ഇത്രയും അധികം സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമുക്ക് അവസരമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾ സമയം കണ്ടെത്തുക. അതല്ലാതെ ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം വാങ്ങുന്ന അമലുകൾ ബാത്തിലായിക്കൊണ്ട് ഒന്നും തന്നെ ഇല്ലാതെ പരലോകത്തേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ആളുകൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ശഅബാനിന്റെ 15-ലാണ് ഖുർആൻ അവതരിച്ചത് എന്നുള്ള ആ ഒരു രീതിയിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകഹ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് തീർച്ചയായും മുബാറക്കായ രാവിലാണ് നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അവർ പറയുന്നത് കാണാൻ സാധിക്കും. ഇത് ശഅബാൻ 15-നാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് അത് ലൈലത്തുൽ ഖദറിലാണെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഖുർആൻ അവതരിച്ചത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചിട്ടുള്ളത് റമളാൻ മാസത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നും എന്നിട്ട് ചില മുസ്ലിയാക്കന്മാർ ചില ഗ്രന്ഥങ്ങളിൽ വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ചിലർക്ക് അബദ്ധം സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വായിച്ചുകൊണ്ട് ആളുകളോട് പറയാണ് വലിയ പോരിശയാക്കപ്പെട്ട രാവാണ് ബറാഅത്തിന്റെ രാവ്, ലൈലത്തുൽ ഖദറിനേക്കാളും വലിയ പോരിശയുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ കൊണ്ടുവരികയാണ്. നോക്കൂ, ഇബ്നു കസീർ റഹിമഹുല്ലാ എത്ര മനോഹരമായാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, അത് ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖദ് വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ആ ഈ ബറക്കത്തായ രാവ് അത് ശഅബാൻ 15-ന്റെ രാവാണ്, ബറാഅത്തിന്റെ രാവാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അബ്അദ അൻ-നജ്അ, അവൻ സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. ഫഇന്ന നസ്സൽ ഖുർആനി അൻഹാ ഫി റമളാൻ, കാരണം ഖുർആനിന്റെ നസ്സ് തന്നെയുണ്ട്, ഖുർആൻ അവതരിച്ചത് റമളാൻ മാസത്തിലാണ് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ചെയ്യുന്ന ഏതൊരു അമലും വളരെ കൃത്യമായി നമ്മൾ പരിശോധിക്കുക. ഇത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണോ? ഇത് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണോ? ഇനി ഹദീസുകളിൽ ഉണ്ട് എന്ന് ഈ ആളുകൾ പറയുമ്പോൾ അത് സ്വഹീഹാണോ? കാരണം ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഹദീസുകൾ സ്വഹീഹാകാനും ദഈഫാകാനും ഓരോ മദ്ഹബുകളില്ല. അതിന് ഒരേ ഒരു തത്വശാസ്ത്രം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു നിദാന ശാസ്ത്രം മാത്രമേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. അതല്ലാതെ ഈ പറയുന്ന ആളുകൾക്ക് പറയുമ്പോഴേക്ക് അമലുകൾ അതിനനുസരിച്ച് ചെയ്താൽ നാളെ പരലോകത്തെത്തുമ്പോൾ ഈ ചെയ്യുന്ന നോമ്പൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നോക്കൂ, ഇതാ ഇന്ന് ചില ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നിതാ റജബിന്റെ നോമ്പെന്ന് പറഞ്ഞുകൊണ്ട്, റജബിന്റെ 27-ന്റെ മിഅ്റാജിന്റെ നോമ്പെന്ന് പറഞ്ഞുകൊണ്ട് പലരും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിഅ്റാജിന് പോയിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ആ പോയതിന്റെ ഓർമ്മക്കോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ശേഷമുള്ള ഒരു വർഷമെങ്കിലും അവിടെ ഒരു നോമ്പെടുത്തിട്ടുണ്ടോ? ഒരിക്കലും തന്നെ ഇല്ല. സ്വഹാബികൾ എടുത്തിട്ടുണ്ടോ? അയിമ്മത്തുകൾ ആരെങ്കിലും അങ്ങനെ ഒരു നോമ്പിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇല്ല. നാം നേരത്തെ വിശദീകരിച്ചതാണ്. എന്നിട്ടും ഒരുപാട് സാധുക്കൾ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതാ ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ പരിശ്രമിക്കുകയാണ്. എന്നാൽ എത്ര സുന്നത്ത് നോമ്പുകൾ ആഴ്ചയിൽ കടന്നു പോകുന്നു. തിങ്കളാഴ്ച, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുകൾ കടന്നു പോകുന്നു, അവർക്ക് അറിയില്ല, എടുക്കാറില്ല. മാസത്തിൽ 3 നോമ്പുകൾ എടുക്കുക, പ്രത്യേകം സുന്നത്ത് പറയുന്നു, അതിനൊരാൾക്കും സമയമില്ല. എന്നാൽ ഇങ്ങനെയുള്ള ബിദ്അത്തായ നോമ്പുകൾ വരുമ്പോഴേക്ക് ആളുകൾക്ക് ആവേശമാണ്. അതിന് പായസം ഉണ്ടാക്കാനും അതിന് നോമ്പെടുക്കാനും അതിന് ആ രൂപത്തിൽ പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടാനും ഒക്കെ പലപ്പോഴും സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഖേദകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പറയാത്തതായ, എന്റെ കൽപ്പന ഇല്ലാത്തതായ ഒരു അമൽ ആര് ചെയ്താലും ശരി അത് തള്ളപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നാളെ ബിദ്അത്തുകാർ അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ ആളുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്ന സമയത്ത് ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ആളുകൾ അവർ വരുമ്പോഴേക്കും റസൂലുള്ളാഹി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല എന്താണ് മരണശേഷം അവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത്. എന്റെ ഉമ്മത്താണെന്നാണ് അവിടുന്ന് പറയുന്നത്. പക്ഷേ റസൂലുള്ളാഹിയോട് പറയപ്പെടുകയാണ്, താങ്കളുടെ മരണശേഷം എന്തൊക്കെ ബിദ്അത്തുകളാണ് ഇവർ ദീനിൽ കടത്തിക്കൂട്ടിയെന്ന് താങ്കൾക്കറിയില്ല എന്ന് പറയുമ്പോൾ അവരകറ്റുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിൽ അകറ്റപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. സുന്നത്തിന്റെ ആളുകളാവുക. സുന്നത്തനുസരിച്ച് മാത്രം നമ്മുടെ അമലുകൾ കൃത്യമായി നമ്മൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ ചെയ്യുക. അതല്ലാത്ത അമലുകൾ, അതല്ലാത്ത പരിശ്രമങ്ങൾ, അതല്ലാത്ത പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒന്നും തന്നെ ആയിരിക്കുകയില്ല. അല്ലാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ
തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രോഗമായിക്കൊണ്ട് ഓപ്പറേഷനും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ പ്രയാസം എവിടെയായിരുന്നാലും അല്ലാഹു തആല അത് അവർക്ക് അതിന് എളുപ്പം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم بلغنا رمضان. اللهم بلغنا رمضان. اللهم بلغنا رمضان. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.